ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വാക്യം 12. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ അത്ഭുതകരമായ ഒരു കൽപ്പന. 3-ാം ദിവസം ദൈവം നടത്തിയ ആ കൽപ്പന നിമിത്തം ഞാനും നിങ്ങളും ഇന്ന് സുഖമായി ജീവിക്കുകയാണ്. പുല്ലുകളും സസ്യങ്ങളും വൃക്ഷങ്ങളും മുളച്ചു വരേണ്ടതിന് ദൈവം കൽപ്പിച്ച കൽപ്പന. ആ കൽപ്പനയുടെ പരിണിത ഫലമായിട്ട് പുല്ലുകളെന്ന് പറയുമ്പോൾ നെല്ലും യവവും ഗോതമ്പും നാം കഴിക്കുന്ന ധാന്യങ്ങൾ നമുക്ക് നൽകുന്ന പുല്ലുകൾ, സസ്യങ്ങൾ നാം ഉപയോഗിക്കുന്ന പച്ചക്കറികൾ, ഗ്രേപ്സ് തുടങ്ങിയവയെല്ലാം സസ്യവർഗത്തിൽപ്പെട്ടതാണ്. വൃക്ഷങ്ങൾ ഇവയെ ദൈവം സൃഷ്ടിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ സൃഷ്ടി ഇന്ന് നമുക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ കാണുവാൻ കഴിയുമെന്ന് മാത്രമല്ല, അവയെ കൂടാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. പുല്ലുവർഗ്ഗങ്ങൾ നമുക്ക് നൽകുന്ന ധാന്യങ്ങൾ അനുദിനം നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രധാനമന്ത്രിയാകട്ടെ, പ്രസിഡൻ്റ് ആകട്ടെ, കോടീശ്വരനാകട്ടെ, സയൻറ്റിസ്റ്റ് ആകട്ടെ, ആര് തന്നെയാണെങ്കിലും ഈ ധാന്യങ്ങൾ മനുഷ്യജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സസ്യങ്ങൾ ഇല്ലെങ്കിലൊന്ന് ഓർത്ത് നോക്കുക. പച്ചക്കറി മാർക്കറ്റുകളൊന്നുമില്ലാതെ, പച്ചക്കറികളൊന്നുമില്ലാത്ത ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഈ സസ്യങ്ങളെയൊക്കെ സൃഷ്ടിച്ചവനായ ദൈവം, മരങ്ങൾ, നമ്മുടെ പ്ലാവും മാവും തെങ്ങും ഔക്കാടും ആപ്പിൾ മരങ്ങളും അത്തിയും, അങ്ങനെ ഈ വൃക്ഷങ്ങളൊന്നുമില്ലായിരുന്നെങ്കിൽ എന്തൊരു ശൂന്യമായിരുന്നു എൻ്റെ നിങ്ങളുടെ ജീവിതം. ഈ ഭൂമി എത്രമാത്രം ശൂന്യമായി പോകുമായിരുന്നു. എത്ര മനോഹരമാണ് ഈ വൃക്ഷങ്ങൾ മുഖാന്തരം നമ്മുടെ കണ്ണുകൾക്ക് ലഭിക്കുന്നത്, നമ്മുടെ ആരോഗ്യത്തിന് ലഭിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് ലഭിക്കുന്നത്. എന്തിനേറെ നാം കിടക്കുന്ന കട്ടിലും അതുപോലെ നമ്മുടെ വീടിൻ്റെ വാതിൽ, സുരക്ഷിതത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന വാതിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു തടിയുടെ പലകകളായിരിക്കും. അങ്ങനെ മനുഷ്യജീവിതത്തിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത 3 ഘടകങ്ങളാണ് പുല്ലുകൾ, സസ്യങ്ങൾ, വൃക്ഷങ്ങൾ. ഇത് മുഖാന്തരം നമ്മൾ ഉപജീവിക്കുന്നു എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ മേഖലകളിലുള്ള കോടിക്കണക്കിന് ആൾക്കാർ, അതുമായി ബന്ധപ്പെട്ട് വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകാർ, ഇങ്ങനെ മനുഷ്യൻ്റെ സമസ്ത മേഖലകളിലും ഇത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആകയാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ഈ 11-ാം വാക്യത്തിൽ ദൈവം സൃഷ്ടിച്ചിട്ട് ഇത് കണ്ടിട്ട് പറയുകയാണ്, ദൈവം നല്ലതെന്ന് കണ്ടു. പുല്ലും സസ്യങ്ങളും വൃക്ഷങ്ങളുമൊക്കെ അന്നും ഇന്നും നാളെയും എന്നും മനുഷ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ഈ പ്രകൃതിയോടുള്ള ബന്ധത്തിൽ, ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ, തൊഴിൽ മേഖലകളിൽ, വ്യാപാര മേഖലകളിൽ, മനുഷ്യൻ്റെ സമസ്ത മേഖലകളിലും നല്ല കാര്യമാണ്. ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് നിലനിൽക്കുന്നതായിരിക്കും. ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് മനുഷ്യൻ്റെ ശരീരത്തിന്, മനസ്സിന്, ആത്മാവിന്, ഭൂമിക്ക്, പ്രകൃതിക്ക് എല്ലാം നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നന്ദി പറയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവം കിളിപ്പിച്ച ഈ പുല്ലുകളിൽ നിന്ന്, സസ്യങ്ങളിൽ നിന്ന്, വൃക്ഷങ്ങളിൽ നിന്ന് ഒക്കെയുള്ള രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദി പറയുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? കാർഷിക മേഖലയിൽ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത് വളർത്തി അതൊക്കെ വിറ്റ് പണമുണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം പ്രവർത്തിച്ച ഒരു കൽപ്പനയാണെന്ന് ഓർത്തിട്ടുണ്ടോ? മരങ്ങളിൽ നിന്ന്, തെങ്ങിൽ നിന്ന്, പ്ലാവിൽ നിന്ന്, മാവിൽ നിന്ന്, ഔക്കാടിൽ നിന്ന്, ആപ്പിൾ മരത്തിൽ നിന്ന് ഒക്കെ
ഫലങ്ങൾ സ്വീകരിക്കുകയും തടിയൊക്കെ വെട്ടി വിൽക്കുകയും അതുപോലെ തന്നെ വീടുകൾക്കും മറ്റ് ഫർണിച്ചർ കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൽപ്പന നിമിത്തമാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നന്ദി പറയുവാനായിട്ട് ഇടയായിട്ടുണ്ടോ? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളോട് കൽപ്പിക്കുന്നത്. എന്നാൽ ഈ സസ്യങ്ങളും ഈ പുല്ലുകളും ഈ വൃക്ഷങ്ങളുമൊക്കെ മുളച്ചു വരുന്നതിന് മുൻപുള്ള ഭൂമിയുടെ അവസ്ഥ നോക്കിയാൽ വളരെ വേദനാജനകമാണ്. മനുഷ്യന് കാർഷിക ബുദ്ധിയുള്ളവർക്ക് ഒരിക്കലും കൃഷി ഇറക്കുവാൻ കൊള്ളാവുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഈ ഭൂമി അന്ന്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. പാഴും ശൂന്യവുമായ ഒരു ഭൂമിയിൽ ആരെങ്കിലും കൃഷി ചെയ്യുമോ? പാഴും ശൂന്യമായ ഒരു ഭൂമി കൃഷി ചെയ്യുവാനായിട്ട് ആരെങ്കിലും തിരഞ്ഞെടുക്കുമോ? അങ്ങനെയുള്ള ഭൂമി ആരെങ്കിലും വിലയ്ക്ക് വാങ്ങിക്കുമോ? അങ്ങനെയുള്ള ഭൂമിയിൽ കൃഷി ഇറക്കാം, അത് നല്ലതാണ് എന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു കാർഷിക വിദഗ്ധൻ ബുദ്ധി ഉപദേശിക്കും? ഒരിക്കലുമില്ല. അത് ഒഴിവാക്കുവാനാണ് പറയുന്നത്. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. മാത്രമല്ല ഭൂമിയിൽ ഇരുളായിരുന്നു. സൂര്യകിരണങ്ങൾ അല്പം പോലും ഉണ്ടായിരുന്നില്ല. കൂരിരുട്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഭൂമിയിൽ കൃഷി നടക്കുമോ? നമുക്കറിയാം, പ്രകാശ സംശ്ലേഷണം കൂടാതെ സസ്യങ്ങൾക്കോ പുല്ലുകൾക്കോ വൃക്ഷങ്ങൾക്കോ നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല. മാത്രമല്ല ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ശാസ്ത്രവും അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വെള്ളം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ഏതെങ്കിലും പുല്ല് കിളുക്കുമോ കിളുത്താൽ നിലനിൽക്കുമോ? വൃക്ഷം കിളുക്കുമോ കിളുത്താൽ നിലനിൽക്കുമോ? സസ്യം കിളുക്കുമോ കിളുത്താൽ നിലനിൽക്കുമോ? ഇല്ല. വളരെ പ്രധാനപ്പെട്ട 3 തടസ്സങ്ങൾ ഈ പുല്ലുകൾ കിളുക്കാതിരിക്കേണ്ടതിന്, സസ്യങ്ങൾ മുളയ്ക്കാതിരിക്കേണ്ടതിന്, വൃക്ഷങ്ങൾ വളരാതിരിക്കേണ്ടതിന് നമ്മൾ കാണുകയാണ്. ഭൂമി പാഴായി കിടക്കുന്നു, ഭൂമി ശൂന്യമായി കിടക്കുന്നു, ഭൂമി മുഴുവൻ ഇരുട്ടാണ്, വെളിച്ചത്തിൻ്റെ കിരണങ്ങൾ അവിടെങ്ങുമില്ല, വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. എങ്കിലും കരുണാസമ്പന്നനായ ദൈവം 1-2 ദിവസങ്ങൾ കൊണ്ട് ഇതിന് വരുത്തുന്ന ക്രമീകരണങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. 1-ാമത്തെ ദിവസം ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വെളിച്ചമുണ്ടാക്കുകയാണ്. 2-ാമത്തെ ദിവസം ദൈവം ഒരു വിധാനം ഉണ്ടാക്കുകയാണ്. 3-ാമത്തെ ദിവസം ദൈവം ഭൂമിയിലെ വെള്ളത്തെ ഒരു സൈഡിലേക്ക് കൂട്ടുകയാണ്. ഈ 3 കാര്യങ്ങൾ ആർക്ക് ചെയ്യുവാനായിട്ട് കഴിയും? പാഴായ ഭൂമിയുടെ പാഴും ശൂന്യതയും മാറ്റുവാൻ ആർക്ക് കഴിയും? വെളിച്ചം കൊണ്ടുവരുവാൻ ആർക്ക് കഴിയും? ഈ വെള്ളത്തെ ഒരു സൈഡിലേക്ക് കൂട്ടുവാൻ ആർക്ക് കഴിയും? നമുക്കറിയാം, ഭൂമിയിൽ 4/3 ഭാഗവും വെള്ളമാണ്. ഒരു കാലത്ത് ആ വെള്ളം മുഴുവൻ ഭൂമിയെ മൂടിയിരുന്നതാണ്. അവയാണ് ഇന്ന് നമ്മൾ കാണുന്ന അറ്റ്ലാന്റിക്കിലെയും പസഫിക്കിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറബിക്കടലിലെയും ഒക്കെ വെള്ളം. അവയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റുവാൻ ആർക്ക് കഴിയും? ഏതെങ്കിലും വ്യക്തികൾക്ക് കഴിയുമോ? കുടുംബത്തിന് കഴിയുമോ? ഏതെങ്കിലും രാജ്യങ്ങൾക്ക് കഴിയുമോ? ഈ 3 തടസ്സങ്ങളെ ദൈവം എത്ര നിസ്സാരമായിട്ടാണ് മാറ്റുന്നത്. അതിനുശേഷമാണ് ദൈവം പുല്ലുകളെയും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും മുളപ്പിച്ചു കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം പാഴും ശൂന്യവുമായതുപോലെയാണോ? ഇരുള് മൂടിക്കിടക്കുന്ന ഒരു ജീവിതം പോലെയാണോ? ഇനി ഇവിടെ ഒരു നന്മയും ഉണ്ടാകുകയില്ല. ഈ തലമുറകളൊന്നും അനുഗ്രഹിക്കപ്പെടുകയില്ല. ഈ രോഗം സൗഖ്യമാകില്ല. ഇനി ഒരു നന്മയും ഒരു വെളിച്ചവും ഒന്നും ഉണ്ടാകുകയില്ല. ഒരു മുളയും ഇനി ഇവിടെ പൊട്ടിപ്പുറപ്പെടുകയില്ല. ഇതൊരു ശപിക്കപ്പെട്ട ജീവിതമാണ്, മരണമായിരുന്നു നല്ലത് എന്ന് സ്വയം പറയുന്നവരാണോ നിങ്ങൾ? പക്ഷേ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാഴുമാറ്റാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുള് മാറ്റാൻ കഴിയും. ദൈവത്തിന് നിങ്ങളുടെ ശൂന്യത മാറ്റാൻ കഴിയും. നിങ്ങളെ മൂടിക്കിടക്കുന്ന ഈ അന്ധകാരത്തെ, ആ വെള്ളത്തെ ഒരു സൈഡിലേക്ക് നിങ്ങൾക്ക് വേണ്ടി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. മാത്രമല്ല സസ്യങ്ങളെയും പുല്ലുകളെയും ഒക്കെ കരിച്ചു കളയുവാൻ കഴിയുന്ന ഉൽക്കകളെ തടഞ്ഞു നിർത്തുവാൻ ഒരു വിധാനം ഉണ്ടാക്കുവാനായിട്ട് കഴിയും. അതിനെ തകർത്ത് കളയുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുവാനുള്ള ഓസോൺ ലെയറിനെ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടാക്കുവാൻ
ദൈവത്തിന് കഴിയും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് ആവശ്യം നിങ്ങളിലൊരു ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ടാകുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് കൽപ്പിക്കുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ നിസ്സഹായനാണ്, ഞാൻ പാഴും ശൂന്യമായൊരു ഭൂമി പോലെയാണ്, ഇരുള് മൂടിയ ഒരു ഭൂമി പോലെയാണ്, വെള്ളത്താൽ മൂടപ്പെട്ട ഒരു ഭൂമി പോലെയാണ്. ഇവിടെ ഒരു പുല്ലും കിളുക്കുകയില്ല, ഇവിടെ ഒരു വൃക്ഷവും കിളുക്കുകയില്ല, ഇവിടെ ഒരു സസ്യവും ഉണ്ടാകുകയില്ല. അതുണ്ടാക്കുവാൻ കരുത്തുള്ള ഒരുവനും ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നില്ല. ദൈവമേ, അങ്ങല്ലാതെ ആരുമില്ല എന്ന് ഒന്ന് വിനയപ്പെടാനായിട്ട് തയ്യാറാണ്. നീ പോലും അത്ഭുതപ്പെടുന്ന, നീ പോലും അതിശയപ്പെടുന്ന, മറ്റുള്ളവർ അതിശയിക്കുന്ന ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി നീ അറിയാതെ ദൈവമായ കർത്താവ് ചെയ്യും. ഈ സസ്യങ്ങൾ മുളയ്ക്കുന്നതിന് മുൻപ്, ഈ പുല്ലുകൾ മുളയ്ക്കുന്നതിന് മുൻപ്, ഈ വൃക്ഷങ്ങൾ മുളയ്ക്കുന്നതിന് മുൻപ് അതുപോലും അറിയാതെ അതിനാവശ്യമുള്ള വെളിച്ചത്തെ ദൈവം സൃഷ്ടിക്കുകയാണ്. അതുപോലും അറിയാതെ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു അന്തരീക്ഷ മണ്ഡലം ഉണ്ടാക്കുകയാണ്. അതുപോലും അറിയാതെ അതിനുവേണ്ടി വെള്ളത്തെ ഒരു സൈഡിലേക്ക് ദൈവം കൂട്ടുകയാണ്. മാനവ സമൂഹത്തിന് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഞാനും നിങ്ങളും അറിയാതെ എന്തെല്ലാം അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങളുടെ ചലനം കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ സുഖമായി ജീവിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ദൈവമില്ല എന്ന് നീ പറയുമ്പോൾ പോലും നിൻ്റെ നാവ് ചലിക്കാനും, നിൻ്റെ ബുദ്ധിമണ്ഡലം പ്രവർത്തിക്കാനും, നിൻ്റെ ശരീരം ചലിക്കാനും, നീ ആരോഗ്യമുള്ളവനായി നിൽക്കുവാനും ഒക്കെ ഇടയാകുന്നതിൻ്റെ രഹസ്യം ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണെന്നുള്ള കാര്യം നീ മറക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപത്തെ നുകർന്നുകൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഓടി നടക്കുമ്പോഴും ഓർത്തുകൊള്ളുക, നീ ആയുസ്സോടിരിക്കുന്നതും, നീ ആരോഗ്യത്തോടിരിക്കുന്നതും, നീ കരിഞ്ഞു പോകാതിരിക്കുന്നതും, നീ തളർന്നു പോകാതിരിക്കുന്നതും, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ രഹസ്യം ദൈവം നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ, നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചില കാര്യങ്ങൾ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ദൈവം നീ അറിയാതെ ഒരുപക്ഷെ നീ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ചെയ്തു എന്നുള്ളതാണെന്നുള്ള കാര്യം മറക്കരുത്. ദൈവം 3-ാം ദിവസം പുല്ലുകളെയും സസ്യങ്ങളെയും മുളപ്പിക്കുകയാണ്. അത് മുഖാന്തരം അന്നു മുതൽ ഇന്ന് വരെയുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരും, ദൈവത്തെ അംഗീകരിക്കുന്നവരും ദൈവത്തെ തിരസ്കരിക്കുന്നവരും, ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവ ആരാധകരെ ഉപദ്രവിക്കുന്നവരും, പ്രധാനമന്ത്രിയാകട്ടെ, പ്രസിഡൻ്റ് ആകട്ടെ, മതവിശ്വാസിയോ അല്ലാതിരിക്കട്ടെ, ലോകത്തിലേത് രാജ്യങ്ങളിലുള്ളവരാണെങ്കിലും ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവം കൽപ്പിച്ച് സൃഷ്ടിച്ച ആ പുല്ലുകളിലെ ധാന്യങ്ങൾ ഉപയോഗിച്ച്, ആ സസ്യങ്ങൾ ഉപയോഗിച്ച്, ആ വൃക്ഷവും വൃക്ഷഫലവും ഉപയോഗിച്ച് ഇന്നും സുഖമായി ജീവിക്കുന്നു. ഈ പുല്ലും സസ്യങ്ങളും വൃക്ഷങ്ങളും ഇല്ലാതാകുന്ന ഒരു കാലമുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഒരു മിടുക്കന്മാരും അധികം കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും ഇല്ല എന്നുള്ള സത്യവും ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾക്കും ആത്മീകമായ അർത്ഥവുമുണ്ട്. വേദപുസ്തകം വ്യാഖ്യാനിച്ചു കൂടി പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. പ്രത്യേകിച്ച് സസ്യശാസ്ത്രപരമായ ഒരു വ്യാഖ്യാന രീതി ബൈബിളിലുണ്ട്. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്. അവിടെ യേശുവിനെ മുന്തിരിവള്ളിയോടും വിശ്വാസികളെ കൊമ്പുകളോടും വ്യാഖ്യാനിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. ജൂതന്മാരോടുള്ള ബന്ധത്തിൽ അവരെ ഒരു മുന്തിരിത്തോട്ടത്തോട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രൈസ്തവ സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒലിവ് മരത്തോടുള്ള നിലയിലാണ് റോമാലേഖനത്തിൽ ധന്യനായ പൗലോസ്ലീഹ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ പുല്ലുകളെയും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബൈബിൾ അത് അനുവദിക്കുന്ന ഒരു വ്യാഖ്യാന ശാസ്ത്രമാണ്. യേശുവിനെ തന്നെ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്നുള്ള പ്രവചനമാണ് നാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് അല്പസമയം നമുക്ക് ഈ ദൈവം 3-ാം ദിവസം സൃഷ്ടിച്ച ഈ പുല്ലുകളെയും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ ആത്മീകമായിട്ട് മനുഷ്യരുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി പഠിക്കുവാനായിട്ട് പോകുകയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, പലപ്പോഴും പെയ്ത മഴ ഭൂമി കുടിച്ചിട്ടും കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ മുളയിപ്പിക്കാതെ
മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുകയാണെങ്കിൽ ചുട്ടുകളയുകയത്രേ അതിൻ്റെ അവസാനം. അതിൻ്റെ വ്യാഖ്യാനം ഇതാണ്: ദൈവിക രഹസ്യങ്ങൾ അറിഞ്ഞവർ, സ്വർഗീയ ദർശനങ്ങൾ പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, അതിൻ്റെ അനുഗ്രഹം പ്രാപിച്ചവർ ദൈവ വഴിവിട്ട് പാപവഴികളിൽ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഒരു അന്ത്യന്യായവിധി മാത്രമേ അവർക്കുള്ളൂ എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഫലം കായ്ക്കുന്നവരായിരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. പുല്ലുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇത് സംബന്ധിച്ചൊരു പുസ്തകം തന്നെ ബൈബിളിലുണ്ട്. അത് രൂത്തിൻ്റെ പുസ്തകമാണ്. ഒരു കുടുംബം അപ്പത്തിൻ്റെ വീടായിരുന്ന നാടായിരുന്ന ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോകുന്ന ചരിത്രമാണ് അവിടെയുള്ളത്. അവിടെ ഇപ്പോഴപ്പമില്ല, കാരണം പുല്ലുകളൊന്നും കിളുക്കുന്നില്ല, ധാന്യങ്ങളൊന്നുമില്ല, ഗോതമ്പും യവവും നെല്ലുമൊന്നും അവിടെ കിളുക്കുന്നില്ല. അതൊക്കെ ഉണങ്ങിക്കരിഞ്ഞുപോയി എന്തോ കാരണത്താൽ. അപ്പോൾ ആ അപ്പത്തിൻ്റെ നാട്ടിൽ ബേത്ലഹേമിൽ പുല്ലുകൾ കിളുക്കാതെയായി, ധാന്യങ്ങൾ ഉണ്ടാകാതെയായി, ജനങ്ങൾ പട്ടിണിയിലായപ്പോൾ എലീമലേക്കും തൻ്റെ ഭാര്യ നവോമിയും അവരുടെ മക്കളായ കില്യോനും മഹ്ലോനും മോവാബിലേക്ക് പോകുകയാണ്. അവിടെ ധാരാളം പുല്ലുകളുണ്ട്, ധാന്യമുണ്ട്. അവിടെ വീടൊക്കെ വെച്ചു, അവരുടെ പട്ടിണിയൊക്കെ മാറി, അവരുടെ വിശപ്പൊക്കെ മാറി. അവിടെ അവരുടെ മക്കൾ വിവാഹം കഴിച്ചു. പക്ഷേ വിശപ്പൊക്കെ മാറിയെങ്കിലും അതൊരു അപകടകരമായ യാത്രയായിരുന്നു. ഓരോ മരണവും അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നു. അവിടെ എലീമേലേക്ക് മരിക്കുന്നു, മഹ്ലോൻ മരിക്കുന്നു, കില്യോൻ മരിക്കുന്നു. പിന്നെ 3 വിധവമാർ മാത്രം ആ ഭവനത്തിൽ ശേഷിക്കുകയാണ്: നവോമിയും ഓർപ്പയും രൂത്തും. അപ്പോൾ ബേത്ലഹേമിൽ പുല്ലുകൾ കിളിർക്കേണ്ടതായിരുന്നു, ധാന്യങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഒരു കുടുംബം മോവാബിൽ പോകേണ്ടി വന്നത്. തന്മൂലം അവർക്കുണ്ടായ നഷ്ടം ആർക്ക് നികത്തുവാൻ കഴിയാത്ത നഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ഗോളത്തിൽ ജനത്തിന് ആവശ്യമുള്ള വചനമാകുന്ന അപ്പം കൊടുക്കുവാനായിട്ട് നമ്മളിൽ ധാന്യമുണ്ടാകണം, പുല്ലുകൾ വളരണം. അതൊന്നും ഉണ്ടാകാതെ വന്നാൽ, അവിടേക്ക് ഉണങ്ങിക്കരിഞ്ഞാൽ ജനങ്ങൾ അതുള്ളിടത്തേക്ക് പോകും. പക്ഷേ അതവർക്ക് ഒരു വലിയ അപകടമായി തീരും. സാത്താൻ വെച്ച് നീട്ടുന്ന നന്മകൾ, വിഷക്കനികൾ, ജനങ്ങൾ അവിടേക്ക് പോകും. ക്രൈസ്തവ സമൂഹം ജനത്തിന് കൊടുക്കേണ്ട ആത്മീക നന്മകൾ ദൈവവചനം കൊടുക്കാതിരുന്നത് മുഖാന്തരം ജനം മറ്റു മേഖലകളിലേക്ക് പോയി നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രംഗം ലോകമെമ്പാടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെല്ലാം നശിച്ച് മരണത്തിൻ്റെ ദുഃഖം പേറിക്കൊണ്ട് ആ ഭവനമവിടെ കഴിയുമ്പോൾ വീണ്ടും ബേത്ലഹേമിൽ ഒരു ഉണർവൊക്കെ ഉണ്ടായി. അവിടെ പുല്ലുകൾ കിളുക്കുവാൻ തുടങ്ങി. അവിടെ കൊയ്ത്തിൻ്റെ കാലമൊക്കെയായി. ആ വാർത്ത നവോമി കേൾക്കുകയാണ്. അവളും തൻ്റെ മരുമകൾ രൂത്തുമായിട്ട് അവിടേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ നമ്മുടെ സഭകളിൽ പുല്ലുകൾ കിളുക്കണം, കൊയ്ത്തിൻ്റെ കാലമുണ്ടാകണം, അത് ജനം അറിയണം. അപ്പോൾ മടങ്ങിപ്പോയവരൊക്കെ തിരിച്ചു വരുവാൻ കാരണമായിത്തീരും. അങ്ങനെ നവോമിയും രൂത്തും ബേത്ലഹേമിലേക്ക് മടങ്ങി വന്നു. പക്ഷേ വിശപ്പ് മാറ്റാനൊന്നും ആ വീട്ടിലില്ല. എങ്കിലും ബേത്ലഹേമിൽ കൊയ്ത്തിൻ്റെ കാലമാണെന്ന് അറിഞ്ഞു. രൂത്ത് എന്ന യുവതി എന്തു ചെയ്യുമെന്നറിയാമോ? അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു, അമ്മ ഇവിടെ ഇരിക്ക്, ഞാൻ കൊയ്ത്ത് നടക്കുന്നതായി കേട്ടു, നമ്മൾ വന്ന വഴിയിൽ കണ്ടല്ലോ, ഞാനിന്ന് പോകാം. അവിടെ ഏതെങ്കിലും യവമണികളോ നെൽമണികളോ ഗോതമ്പണികളോ പെറുക്കിക്കൊണ്ട് വന്ന് നമുക്ക് അത് ഭക്ഷണമാക്കാം എന്ന് പറഞ്ഞിട്ട് ആ യുവതി പരിചയമില്ലാത്ത ആ നാട്ടിലേക്ക് പോകുകയാണ്. ഒരു വലിയ പാടശേഖരത്തിൽ അവളെത്തി. കൊയ്ത്ത് നടക്കുകയാണ്. 100 കണക്കിന് ആൾക്കാർ അവിടെ കൊയ്യുകയാണ്. അവൾ ആ കൊയ്ത്തുകാരുടെ അടുത്തൊന്നും നിന്നില്ല. അതിനൊന്നും നിൽക്കുവാനുള്ള യോഗ്യത അവൾക്കില്ല. അവൾക്ക് അവിടെ പ്രവേശിക്കുവാനും കഴിയുകയില്ല. എങ്കിലും പരദേശികൾക്ക് വേണമെങ്കിൽ അവിടെ വീഴുന്ന യവമണികൾ, ധാന്യങ്ങൾ പെറുക്കാനായിട്ടുള്ള അനുവാദം ആ നാട്ടുകാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലത്ത് നിന്നുകൊണ്ട് അവൾ യവമണികൾ പെറുക്കുകയാണ്. ഇവളെ ഒരു യുവാവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ സ്വഭാവം, അവളുടെ ചാരിത്രശുദ്ധി, അവളുടെ അധ്വാന മനോഭാവം, അമ്മായിയമ്മയോടുള്ള അവളുടെ സ്നേഹം, വെറുതെ ഇരുന്ന് ഉപജീവിക്കുവാൻ മനസ്സില്ലാത്ത അവളുടെ മനസ്സ്, അവളുടെ അധ്വാനശീലം,
ഇതെല്ലാം ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ തൻ്റെ കൊയ്ത്തുകാരോട് ഇങ്ങനെ പറഞ്ഞു, ആ യുവതി അവളൊരു പരമാർത്ഥിയായ ചാരിത്രശുദ്ധിയുള്ള ഒരു യുവതിയായിട്ട് തോന്നുന്നു. മോവാബ്യകാരിയാണെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ കൊയ്യുമ്പോൾ ചില കതിരുകൾ അവൾക്ക് വേണ്ടി വലിച്ചിട്ടിരിക്കണം. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവൾ ആ കതിരുകൾ എടുക്കുകയാണ്. അതുമായിട്ട് അവൾ വീട്ടിലേക്ക് ചെന്ന് ആ യവമണികൾ ഒക്കെ ഒന്ന് എടുത്ത് അതെല്ലാം പാകം ചെയ്ത് അമ്മയ്ക്ക് കൊടുത്ത് അവളും ഭക്ഷിക്കുകയാണ്. കുറേ കൂടെ കഴിഞ്ഞപ്പോൾ ആ കൊയ്ത്തിൻ്റെ യജമാനൻ, അതിൻ്റെ ഉടമസ്ഥൻ, ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ, ധനികനായ ബോസ്, ഭക്തനായ മനുഷ്യൻ ആ യുവതിയെ വിളിച്ചിട്ട് കൊയ്ത് മെതിച്ച് പതിരുമാറ്റിയ ആ യവത്തിൽ നിന്ന് ഒരു 6 ഇടങ്ങഴി അവിടെ മടിയിലേക്ക് കൊടുക്കുകയാണ്. കുറേ കഴിയുമ്പോൾ ആ പുസ്തകം അവസാനിക്കുന്നത് ആ രൂത്തിനെ ആ ബോസ് വിവാഹം കഴിക്കുകയാണ്. അവൾ ആ വയലിൻ്റെ ഉടമസ്ഥയായിത്തീരുകയാണ്. ആ കുടുംബത്തിലാണ് പിന്നീട് ഇശായിയും ദാവീദും യോസഫും മറിയയും യേശുവുമൊക്കെ വന്ന് പിറക്കുന്നത്. അതുകൊണ്ട് പുല്ല് അത്ര ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തി നിൻ്റെ ജീവിതം വിശ്വസ്തമാണോ എന്ന് ദൈവം പരിശോധിക്കുന്നുണ്ടാവാം. ആ പുൽമേടുകളിലേക്ക്, ആ യവമേടുകളിലേക്ക്, ആ കൊയ്ത്ത് മേഖലയിലേക്ക് ദൈവം ഇറക്കിവിട്ട് അവളെ പരീക്ഷിച്ചു. അവൾ വിശ്വസ്തയായി കണ്ടപ്പോൾ പടിപടിയായിട്ട് അവൾ ഉയരുകയാണ്. ചാരിത്രശുദ്ധി, നല്ല മനോഭാവം, അധ്വാനിക്കാനുള്ള മനസ്സ്, ആരെയും ചതിക്കാതെ, ആരുടെയും അധ്വാന ഫലം കവർന്നെടുക്കാതെ, മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ കുടുംബത്തെ ശ്രദ്ധിക്കുന്ന മനസ്സ്, ഇതൊക്കെ ഉയർച്ചയിലേക്കുള്ള കൽപ്പടവാണെന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ സ്വഭാവവും നമ്മുടെ മനോഭാവവും നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നമ്മുടെ അധ്വാനശീലവും ചാരിത്രശുദ്ധിയും നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന അടിസ്ഥാനമായ ഘടകമാണ് എന്നുള്ള കാര്യം മറക്കരുത്. ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ ചരിത്രം പഠിക്കുമ്പോൾ, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളുള്ളവരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ യേശുവിൻ്റെ വാക്കുകളാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം യേശു പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്. നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നിൽ വസിക്കണം. ഫലം കായ്ക്കുന്നതായി ഞാൻ കണ്ടാൽ കൂടുതൽ ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കും. ഫലം കായ്ച്ചില്ലെങ്കിൽ അതിനെ ഞാനെടുത്ത് പുറത്ത് കളയും, അത് ഉണങ്ങിപ്പോകും, അതിനെ ചുട്ടുകളയുകയും ചെയ്യും. ഇത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്. ഫലം കായ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്വന്തം ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും അത് സാധിക്കുകയില്ല. കർത്താവിൽ വസിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഫലമുണ്ടാകും. ഫലം കായ്ക്കുമ്പോൾ ചില ചെത്തിവെടിപ്പൊക്കെ ഉണ്ടാകും. അതൊക്കെ കൂടുതൽ ഫലം കായ്ക്കേണ്ടതിനാണെന്ന് അറിഞ്ഞിരിക്കണം. ഫലം കായ്ച്ചില്ലെങ്കിലും ആ മുന്തിരിവള്ളിയിൽ പറ്റിപ്പിടിച്ചിരുന്നതിൻ്റെ രസമൊക്കെ ഊറ്റി കുടിച്ച് ഇങ്ങനെ ജീവിക്കാം എന്നെപ്പോഴും കരുതരുത്. അതുണങ്ങും, അത് കത്തും, അതിനൊരു ശിക്ഷയുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് കർത്താവിൽ നമ്മൾ വസിക്കണം. നാം ഫലം കായ്ക്കുന്നവരായിരിക്കണം, നമ്മുടെ ഫലം നിലനിൽക്കുന്നവരായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. വൃക്ഷങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് ഓർമ്മ വരുന്നത്. ഒരു വൃക്ഷം വെട്ടുവാനായിട്ട്, ഒരു അതിവൃക്ഷം വെട്ടുവാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഒരു മധ്യസ്ഥയുടെ ശബ്ദം കേൾക്കുകയാണ്. ഒരു വർഷം കൂടെ നമുക്ക് നോക്കാം, തടമെടുക്കാം, വളമിടാം, ഫലം കായ്ക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇനിയും ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുള്ള ആ മധ്യസ്ഥതയുടെ പ്രാർത്ഥന നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. പിന്നീട് ആ അതിവൃക്ഷത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ബഥാനിയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുകയാണ്. ആ അതിവൃക്ഷത്തെ കാണുന്നു. നല്ല ഇലകളാണ്, ശിഖരങ്ങളാണ്, അതിൽ ഫലമുണ്ട് എന്ന് തോന്നുമാറി നിൽക്കുകയാണ്. കർത്താവ് അവിടേക്ക് ചെല്ലുന്നു, ഫലമൊന്നും കണ്ടില്ല. അതിനെ കർത്താവ് ശപിക്കുന്നു, അത് ഉണങ്ങിപ്പോകുന്നു എന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. പ്രിയ സ്നേഹിത, എന്നെയും നിങ്ങളെയും ഒക്കെ ഈ അവസ്ഥയിൽ കൊണ്ടുവരുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ പാഴുമാറ്റിയ, ശൂന്യത മാറ്റിയ, ഇരുള് മാറ്റിയ, നമ്മളിൽ വെളിച്ചം കൊണ്ടുവന്ന, നമുക്ക് വേണ്ടി വിധാനമുണ്ടാക്കിയ, നമുക്ക് വേണ്ടി ചിലതിനെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച
നമ്മുടെ കർത്താവിന് നമ്മൾ ഫലം കായ്ക്കാത്തവരാണെങ്കിൽ ഉണങ്ങിപ്പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മെ രക്ഷിപ്പാൻ സ്വർഗ്ഗലോകം വിട്ട് ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ഗോൽഗോത്ത മലയിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്, അങ്ങനെയാണ് നമ്മുടെ പാഴും ശൂന്യതയും കർത്താവ് മാറ്റിയത്, ഇരുള് കർത്താവ് മാറ്റിയത്, ആ വെളിച്ചമായി കർത്താവ് നമ്മളിലേക്ക് വന്നത്. ആ രക്തമാണ് ഒരു വിധാനമായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തത്. കർത്താവിൻ്റെ ശക്തിയാണ് നമുക്ക് തടസ്സമായിരുന്ന ചിലതിനെയൊക്കെ കർത്താവ് മാറ്റിയത്. എന്നിലും നിങ്ങളിലും ഫലം കായ്ക്കുന്ന അനുഭവം ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ബേത്ലഹേമിലെ പുല്ലുകൾ കിളിർക്കണം, അത് ഇവക്കൊയ്ത്തായി മാറണം. അല്ലെങ്കിൽ ചില ജീവിതങ്ങളൊക്കെ മോവാബിലേക്ക് പോകുന്നതും പിന്നീട് അവരുടെ ദുരന്തത്തിൻ്റെ കഥനകഥകളും കേൾക്കേണ്ടി വരും. കർത്താവിനോട് ഒരു മുന്തിരിവള്ളിയിൽ ചേർന്നിരിക്കുന്ന കൊമ്പ് പോലെ ചേർന്നിരിക്കണം, ഫലം കായ്ക്കണം, നല്ലൊരു അത്തിവൃക്ഷമായി നമുക്ക് തീരണം. ശൂലേമി പറഞ്ഞതുപോലെ, പ്രിയ നിൻ്റെ തോട്ടത്തിലേക്ക് വരിക, ഈ തോട്ടത്തിലെ വിശിഷ്ട ഫലം ഭക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനെ വിളിച്ചതുപോലെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സഭയിലേക്ക് ക്ഷണിക്കുവാൻ നമ്മുടെ വൃക്ഷങ്ങളിൽ ഫലങ്ങളുണ്ടാകണം. അതിനുവേണ്ടി കർത്താവ് എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് 3-ാം ദിവസം പുല്ലുകളും സസ്യങ്ങളും വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവിടെ ഉൽപ്പത്തി 1:11 എഴുതിയിരിക്കുന്നൊരു വചനം കൂടിയുണ്ട്. അതാത് തരം വിത്തുള്ള സസ്യങ്ങളും അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെന്നാണ് ദൈവം കൽപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെയും നിങ്ങളുടെയും മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം, നിലനിൽക്കുന്ന ഒരു തലമുറ എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. ആ വിത്ത് നമ്മളിൽ ഇപ്പോഴേ ഉണ്ടായിരിക്കണം. അതിനായിട്ട് കർത്താവ് എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ധാന്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന പുല്ലുകളായി, സസ്യങ്ങളായി, വൃക്ഷങ്ങളായി, അനേകർക്ക് അനുഗ്രഹമായി തീരത്തക്ക നിലയിലായിത്തീരുവാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നൊരു വൃക്ഷമായി തീരാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നൽകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.